സ്കൂളൊന്നും ഇല്ലേ? ഉണ്ട് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 8 വർഷമായി ഇവിടെ ട്രിവാൻഡ്രത്ത് സ്കൂൾ തുടങ്ങിയിട്ട്, ടെമ്പിൾ ഓഫ് ആർട്സ് എന്നുള്ള പേരിൽ മരപ്പാലത്ത്. അപ്പോൾ ഇതിനിടയിൽ അതുകൊണ്ട് അത് പിന്നെ നമുക്ക് വിടാൻ പറ്റില്ല. ഞാനും എൻ്റെ ഒരു സ്കൂൾ സംരംഭങ്ങൾ ഒന്ന് ചെയിനാക്കാനുള്ള ശ്രമത്തിലാണ്. MG മ്യൂസിക് അക്കാഡമി. ഞാൻ രജിസ്റ്റർ എല്ലാം കഴിഞ്ഞു. കാരണം എനിക്ക് ഓൾറെഡി സ്കൂളുണ്ട്, എനിക്കറിയാം. അത് സരിഗമയാണ്, അത് മാറ്റിയിട്ട് MG മ്യൂസിക് അക്കാഡമി ആക്കി. എന്തായാലും സ്കൂളിലെ എല്ലാ ഗേൾസിന് വേണ്ടിയും ഇനി വരാൻ പോണ കുട്ടികൾക്ക് വേണ്ടിയും ഇത് കാണുന്നവർക്ക് വേണ്ടിയിട്ടും ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം. കുറച്ച് എക്സ്പ്രഷൻസ്. ഓക്കെ, என்னத்தவம் செய்தனை யசோதா, என்னத்தவம் செய்தனை யசோதா, என்னத்தவம் செய்தனை யசோதா, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க, என்னத்தவம் செய்தனை யசோதா, என்னத்தவம் செய்தனை. ഇതൊരു കലയാണ് കേട്ടോ. കാരണം ഈ ഡാൻസ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത് ചിലർക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന പറയുമല്ലോ, അതായത് അല്ലേ, അതായത് ഈ മുഖത്ത് ആ എക്സ്പ്രഷൻസ് മുഴുവൻ വരണം. ചില കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കാണാം, എക്സ്പ്രഷൻസ് വരില്ല. ആ എക്സ്പ്രഷൻസ് കണ്ണിലും ചിരിയിലും അതുപോലെ മുദ്രകളിലും എല്ലാം വരുമ്പോഴാണ് പൂർണ്ണത വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു, എക്സലന്റ്. അപ്പം സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ അടുത്തും പറയാം നേടാമിന്റെ അന്വേഷണം പറയാം ചേട്ടാ, തീർച്ചയായിട്ടും. സോ എന്തുകൊണ്ടും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. മറ്റൊന്നുമല്ല, സച്ച് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്, എന്താണ്, സച്ച് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. മാത്രമല്ല ആർട്ടിസ്റ്റ് എന്ന് അണ്ടർലൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ആ എല്ലാ അക്ഷരങ്ങൾക്കും പൂർണ്ണത നൽകുന്ന ശ്രീലക്ഷ്മി ഇവിടെ വരികയും ഞങ്ങളുടെ ഈ പറയാം നേടാം എന്ന ഷോയിൽ പങ്കെടുത്തതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് നല്ല വേഷങ്ങൾ മലയാളികൾക്ക് വേണ്ടി ചെയ്യാൻ സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും ശക്തിയും നൽകട്ടെ. കുടുംബത്തിലുള്ള എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്കും ഒരുപാട് സന്തോഷം. കാരണം എപ്പോഴും ടി വിയിൽ ചേട്ടൻ്റെ പരിപാടികൾ കാണാറുണ്ട്, പക്ഷെ ഇതുവരെ ചേട്ടൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എല്ലാത്തിനും സമയമുണ്ട് ദാസ. അപ്പൊ എന്തായാലും ശ്രീലക്ഷ്മി ഒരു പുലിയാണ്. പെട്ടെന്ന് ഞെട്ടിയല്ലേ പിന്നെ ഒരു പടക്കം വന്നപ്പോഴത്തേക്ക്. ശ്രീലക്ഷ്മി, മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പറയാം നേടാം എന്ന ഈ ഷോയുടെ 2022 ലാസ്റ്റ് എപ്പിസോഡാണ്. ഇനി നമ്മൾ പുതുവർഷത്തെ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ റെഡിയായിരിക്കുകയാണ്. എന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടോ ശ്രീലക്ഷ്മി? ഇല്ല ചേട്ടാ, ഞാൻ അങ്ങനെ റെസൊല്യൂഷൻ ഒന്നും എടുക്കാറില്ല. ഒന്നുമില്ല. എടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം തന്നെ പാളിപ്പോകും. അതുകൊണ്ട് ഞാൻ പക്ഷെ ഒരു റെസൊല്യൂഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. വേറൊന്നുമില്ല, 2022 ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും. മാറ്റമില്ല, അതിനെക്കാട്ടി ശകലം കൂടുതലായിരിക്കും. വേറൊന്നുമില്ല, നമ്മളെ പ്രതീക്ഷിക്കുന്നൊന്നുമല്ല വരുന്നത്. നമ്മൾ നല്ലത് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത വരും. നമ്മൾ വിചാരിക്കാതിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ വരും. അതുകൊണ്ട് എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. പറയാം നേടാം എന്ന ഈ പ്രോഗ്രാമിൻ്റെ 2022 തന്ന എല്ലാ പ്രോത്സാഹനങ്ങളും 2023 നിങ്ങൾ തരണം.